ഈത്തയെ സ്റ്റാലിൻ്റെ മുൻപിൽ മുട്ടുകുത്തിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാലിൻ്റെ ജീവിത തകർച്ച കാരണങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. സ്റ്റാലിൻ തന്നെ അലീനയോട് വ്യക്തമാക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ളൊരു ചിന്ത അലീനയിൽ വരുന്നത് കൊണ്ട് തന്നെ അലീന എല്ലാത്തിനും തന്നെ സഹായിക്കുന്ന, തൻ്റെ കൂടെ നിൽക്കുന്ന വല്യപ്പച്ചനെ വിളിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. വല്യപ്പച്ച, അതായത് ഇവിടെ റീത്ത എന്ന സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെക്കുറിച്ച് വല്യപ്പച്ചന് എന്തൊക്കെ അറിയാമെന്ന് ചോദിക്കുന്നു. അവൾ വന്നിട്ട് എന്താണ് പ്രശ്നമുണ്ടാക്കിയത് മോളെ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പപ്പയെ ഒരുപാട് കുറ്റപ്പെടുത്തി, പപ്പയെ ഒരുപാട് അപമാനിച്ചു, നാണം കെടുത്തി എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. പപ്പ ആകെ ഇല്ലാതായിപ്പോയി എന്നും നമ്മുടെ അലീന പറയുന്നു. ഞാൻ നോക്കി നിൽക്കെയാണ് പപ്പയെ ആ സ്ത്രീ അപമാനിച്ചത് എന്ന് പറയുമ്പോൾ അവൾ ഇതല്ല, ഇതിന് അപ്പുറവും ചെയ്യുമെന്ന് പറയുകയാണ് വല്യപ്പച്ചൻ. അല്ല, അതിന് മാത്രം അവൾ, അതായത് ആ സ്ത്രീ ഇത്ര ഡേഞ്ചറാണോ വല്യപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അതിലും അപ്പുറം വേറൊരു മുഖമുണ്ട് അവൾക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അവൾ ഒറ്റൊരുത്തിയാണ് എൻ്റെ മോൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ വിചാരിച്ചെങ്കിൽ എൻ്റെ മകൻ്റെ കൂടെ എൻ്റെ മക്കളും, അതായത് എൻ്റെ പേരക്കുട്ടിയും അവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നേനെ. അവനിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഗതി വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വല്യപ്പച്ച സംഭവിച്ചത് പപ്പയുടെ ജീവിതത്തിൽ എന്നോട് പറയാൻ പറ്റുമോ? പപ്പ കുറച്ചൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ്. അത് തുറന്നു പറയുന്നുണ്ട്. മോളെ, അവൾ, ആ റീത്ത എന്ന ആ സ്ത്രീ അവൻ്റെ ജീവിതത്തിലേക്ക് എന്ന് കടന്നു ചെന്നു അന്ന് തുടങ്ങിയതാണ് അവൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകൾ. അവരുടെ ജീവിതത്തിൽ ഉള്ള നാശം, പതനം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം വല്യപ്പച്ചൻ സ്റ്റാലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അലീനയോട് വിശദമായി തന്നെ തുറന്നു പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് റീത്തയുടെ ശരിയായ മുഖം അലീന മനസ്സിലാക്കുന്നത്. ഇതേ സമയം താൻ ഇവിടെ ഒരു പ്രശ്നമായി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നും താൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നും അലീന വല്യപ്പച്ചനോട് പറയുമ്പോൾ മോളെ, അതിൻ്റെ ആവശ്യകതയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നീ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സ്റ്റാലി ആകെ കൂപ്പുകുത്തും, നിലത്ത് വീഴും. നീ അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതെല്ലാം അതിജീവിക്കണമെന്നും പറയുന്നു. നീ എൻ്റെ ചിന്നമ്മയല്ലേ, എൻ്റെ ചിന്നമ്മ ഇത്ര പെട്ടെന്ന് വാടിപ്പോവോ എന്ന് ചോദിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ അലീനയാണെങ്കിൽ എന്ത് തീരുമാനിക്കുന്നുണ്ട്, വല്യപ്പച്ചൻ്റെ വാക്ക് കേട്ടതും പോകേണ്ട എന്ന് തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ റീത്ത എന്ന സ്ത്രീയെ പപ്പയുടെ മുൻപിൽ മുട്ടുകുത്തിക്കണമെന്നുള്ള ചിന്തയിലേക്ക് അലീന എത്തുകയാണ്. അതിനായിട്ട് അലീന പരമാവധി ശ്രമിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. പപ്പയുടെ ജീവിതം തകർത്തതിനുള്ള പ്രതികാരമാണ് അലീന ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിനായിട്ട് അലീന സ്വീകരിക്കുന്ന മാർഗം, സഞ്ചരിക്കുന്ന വഴികൾ എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച വഴിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് റീത്തയെ പ്രകോപിപ്പിക്കാനായിട്ട് സ്വത്ത് തന്നെ മുറുകെ പിടിക്കുന്നു. സ്വത്താണല്ലോ റീത്ത കണ്ണു വെച്ചിരുന്നത്. അതായത് സ്വത്തിന് വേണ്ടി ഓരോരുത്തർ വന്നതാണെന്നാണ് റീത്ത വിചാരിച്ചിരിക്കുന്നത്. അതിലൂടെ അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, റീത്തയെ ചൂട് പിടിപ്പിക്കണമെങ്കിൽ, റീത്തയെ തൻ്റെ കീഴിൽ
അടിയറവ് പറയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്വത്തിനെ ചൊല്ലിയൊരു തർക്കമുണ്ടാക്കിയാൽ എല്ലാം ശരിയാകുമെന്ന് അലീന മനസ്സിലാക്കിയെടുക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റീത്തയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെ സ്വത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. അതായത് റീത്തയാണെങ്കിൽ വരുന്നുണ്ട് വീണ്ടും കടന്നു വരുമ്പോൾ അലീനയാണെങ്കിൽ തൻ്റെ പേരിൽ സ്വത്ത് വേണമെന്നും തൻ്റെ ഉദ്ദേശം സ്വത്താണെന്നും പറയുമ്പോൾ റീത്തയാണെങ്കിൽ 1 രൂപ പോലും തരില്ല എന്ന് പറയുന്നു. അതെ, നിങ്ങളുടെ സ്വത്തിൽ നിന്നല്ല ഞാൻ ചോദിച്ചത്, ഞാൻ എൻ്റെ പപ്പയുടെ ജീവിതത്തിലെ പപ്പയുടെ സമ്പാദ്യത്തിൻ്റെ പകുതിയാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ, അതെ അതൊക്കെ അനുഭവിക്കാൻ നേരായ വഴിക്ക് വന്നവരുണ്ട് എന്ന് പറയുമ്പോൾ, ഞാനിതുവരെയും ഒരു നേരായ വഴിക്ക് വന്നവരെയും ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ പപ്പ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. പപ്പയ്ക്കുള്ളതെല്ലാം ഇനി എൻ്റെ സ്വന്തമാണ് എന്ന് പറയുമ്പോൾ, അത് നിൻ്റെ വെറും മോഹമാടി എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അധികം വൈകാതെ തന്നെ എൻ്റെ പപ്പയുടെ സ്വത്തുക്കളെല്ലാം ഞാൻ എൻ്റെ പേരിലാക്കിയെടുക്കുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത എന്ത് ചെയ്യുന്നുണ്ട്, അത് തടയാൻ വേണ്ടി സ്റ്റാലിൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് സ്റ്റാലിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അലീനയുടെ ആദ്യത്തെ സംരംഭം തന്നെ, ആദ്യത്തെ പദ്ധതി തന്നെ, ആദ്യത്തെ ശ്രമം തന്നെ വിജയം കാണുകയാണ് എന്ന് കാണാം. ഇതിനിടയിൽ അലീനയെ ആദ്യം ഒരു ശത്രുവായിട്ടാണ് കാണുന്നതെങ്കിലും അലീന സ്റ്റാലിൻ്റെ മകൾക്ക് നല്ലൊരു പുതുജീവൻ നൽകുന്നതിലൂടെ തന്നെ അവരുടെ മനസ്സിൽ അലീന കയറിക്കൂടുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ റീത്ത എന്ന സ്ത്രീയും ചെയ്ത ചതികളെക്കുറിച്ച് അലീന തുറന്നു പറയുകയാണ് സ്റ്റാലിൻ്റെ, അതായത് പപ്പയുടെ ഭാര്യയുടെ അടുത്ത്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലി തെറ്റുകാരനല്ലെന്നും പപ്പ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് റീത്ത എന്ന നിങ്ങളുടെ സഹോദരിയാണെന്നും അലീന പറയുമ്പോൾ, സത്യം മാത്രം പറയുന്ന അലീന അതും പറയുന്നത് ശരിയായിരിക്കുമെന്ന് തിരിച്ചറിയുന്ന സ്റ്റാലിൻ്റെ ഭാര്യയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അലീനയെ വിശ്വസിക്കുകയാണ്. ഇതേ സമയം അലീനയ്ക്ക് ആവശ്യമായത് ലഭിക്കുകയാണ് എന്ന് കാണാം. ഒടുവിൽ സ്റ്റാലിൻ്റെ ഭാര്യയും റീത്തയെ തള്ളി പറയുമ്പോൾ റീത്തയോട് പ്രതികാരം ചെയ്യാനായിട്ട് സമയമായി എന്ന് അലീന മനസ്സിലാക്കുന്നു. അലീനയാണെങ്കിൽ റീത്തയോട് പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ പദ്ധതി മാത്രമായിരുന്നു, എൻ്റെ പപ്പയുടെ മുൻപിൽ നിങ്ങളെ മുട്ടുകുത്തിക്കാനുള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റീത്തയുടെ പദ്ധതിയെ പൊളിച്ചെടുക്കുന്നു, റീത്തയെ നാണം കെടുത്തുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്